ദേവരാജ്, എന്താണ് പറയാറുള്ളത്? പ്രേക്ഷകരോട് എന്താണ് പറയാറുള്ളത്? അതായത് വന്ന വഴികളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു നല്ലൊരു സിംഗറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടുന്നൊരു കലാകാരനാണ് ദേവരാജ് ആലുവ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് വന്നത് ഈ ഫീൽഡിലേക്ക്? വന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ആൾക്കാരെ കളിയാക്കലുണ്ട്. ഏത് ഫീൽഡ് കളിയാക്കലുണ്ടാവും ദേവരാജ്, അന്ന് മൈൻഡ് ചെയ്യണ്ട. നമുക്കും ഉണ്ട് കളിയാക്കല്. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ഇവിടെ കയറിയിരിക്കുക. ഒരുപാട് കളിയാക്കലും കാര്യങ്ങൾക്കൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. നല്ലൊരു കഴിവുള്ള ആളല്ലേ? എനിക്ക് ഇപ്പോൾ പാടിയൊരു പാട്ടുണ്ടല്ലോ, ഒന്ന് പാടിക്കും നൊമ്പരം. അത് എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നത്. പാടിക്ക്. നൊമ്പരം കളയും നാളം നീ, സ്നേഹമണിനാദം നീ, ജീവിതം വെറുതെ വാടുമ്പോൾ കുമ്പിളിൽ നിറനിറയി നീ തുള്ളിത്തുള്ളും മധുവല്ലേ, നീ ഉള്ളിനുള്ളിൽ നാണവല്ലേ, നീ തീരത്തുള്ള തണലല്ലേ, ഉയരിന്റെ തെളിയേ. നല്ല പാട്ട്, നല്ല വോയിസ് കേട്ടോ, നല്ല കഴിവുണ്ട് കേട്ടോ ദേവരാജ്. സിനിമയിലേക്ക് ട്രൈ ചെയ്യുക, സിനിമയിലെ പാട്ട് ആൽബങ്ങളൊക്കെ ചെയ്യുക. ആദ്യമേ നമുക്ക് ഇരുന്നിട്ട് കാര്യം കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് സോഷ്യൽ മീഡിയയിലേക്ക് നിൽക്കുക. കഴിവുണ്ട്, അത് ജനങ്ങൾ അറിയണം കഴിവുണ്ടോ ഇല്ലയോ എന്ന്. വേണ്ടേ? അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു പാട്ട്, 1000 കാതല്ലേ അല്ലോ, മറ്റേ ലാലേന്റെ പടത്തിലെ 1000 കണ്ണുമായി, അതൊന്ന് പാടിക്കേ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. നീ പാറാണ്ട് കൊതിയാവുക. പൈങ്കിളി എന്നെ മാസ്റ്റർ പീസ് അടിക്കും കേട്ടോ. അതായത് മാസ്റ്റർ പീസ് നിന്ന് അടിച്ചേക്കുക, കാരണം നിന്റെ പാട്ട് കേട്ട് കൊതിയാവുക. മധുമൊഴിരാതെ നിന്നെ തേടി നിർത്താൻ പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ദേവരാജനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ ദിവസവും നല്ല പാട്ടാണ് കേട്ടോ, നല്ല കലാകാരൻ. താങ്ക് യു. അപ്പോൾ പ്രോഗ്രാംസിലേക്ക് വിളിക്കുക. ഇൻസ്റ്റ ID ദേവരാജ് കെ രാജൻ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റയിൽ കേട്ടോ. താങ്ക് യു.